ഞാൻ വ്ളോഗറാ, ഞാൻ ഇങ്ങനൊക്കെ കാണിക്കും ഇനി. വാ പറയട്ടെ, എവിടാണ് ഓടണേ? എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ഞാൻ വ്ളോഗറാ, നീ പറ. You should expect it. ഞാൻ വോയിസ് ഓവർ മാത്രം ചെയ്യാറുള്ളൂ. എടാ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനല്ലേ? എന്നാച്ചി ഏതേലും സൊല്ല് അല്ല എന്താണ്? ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്. എൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 30, 2024 ആയത്. കഴിഞ്ഞിട്ടിപ്പം നവംബർ 7 ആയിനോ. പക്ഷേ അസൈൻമെൻറ്റ്സ് പാർട്ട് ടൈം വർക്ക് ആയിട്ട് എല്ലാം തിരക്കിലായി പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു, ഞാൻ വീഡിയോ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല, പക്ഷെ കുറച്ച് എടുത്തായിരുന്നു. ഞാൻ വെറുതെ അത് കളയണ്ടല്ലോ, ഒരു വീഡിയോ ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ ഇവര് കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. എന്തെല്ലാം ഒരു കുശു സാധനങ്ങളൊക്കെ ഇവളെന്ന് വെച്ചാൽ ശിവശ്രീ, ക്യാമറയുടെ ബാക്കിലുണ്ട്, ശിവശ്രീ നയനും കൂടി ഇങ്ങനെ എന്തൊക്കെയോ എനിക്ക് അറിയാം. കാരണം ഇതിന് മുന്നേ ഒക്ടോബർ 8 ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം മനസ്സിലാവുമല്ലോ ആർക്കായാലും, സ്വാഭാവികം. അപ്പോൾ പക്ഷേ ചെറിയ കാര്യങ്ങളിൽ ഞാൻ സർപ്രൈസ്ഡ് ആയി. പക്ഷെ ഭയങ്കരമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, സർപ്രൈസ്ഡ് ആയിട്ടില്ല. അവർ കുറെ കഷ്ടപ്പെട്ടു, പക്ഷെ ഒത്തില്ല. ഇവര് എന്നിട്ട് രാത്രി എൻ്റെ അടുത്ത് നിതിൻ, എൻ്റെ കൂടെ പഠിച്ചൊരു ചെക്കനാണ്, നിതിൻ ഉണ്ട് ഇവിടെ. അപ്പം നിതിൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം, ഇവർ രണ്ടുപേരും ഇവിടെ ഇല്ലേ. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി എന്താ ഒപ്പിക്കുകയാണെന്ന്. എൻ്റെ നിതിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം, നീ റെഡിയായിട്ട് നിൽക്കുന്നത്. ഞാൻ എന്താണ് ഇപ്പോൾ ഒരു കഴിക്കാൻ പോക്ക്? അല്ല നീ റെഡിയാവുക, എനിക്ക് കഴിക്കാനൊക്കെ തോന്നാതൊക്കെ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു അപ്പോൾ അവൾമാരെ വിളിക്കണ്ടേ? ഞാൻ വിളിക്കാം എന്നൊക്കെയാണ് പറഞ്ഞു. അപ്പോഴേക്ക് മനസ്സിലായ കാര്യം. പിന്നെ ഞാൻ ഒരുക്കി കിട്ടിയൊക്കെ പോയി. പക്ഷെ ഇവരോട് വീഡിയോ എടുക്കാൻ പറയാൻ ഞാൻ മറന്നുപോയി. അത് കാരണം ഭയങ്കര വീഡിയോസ് ഒന്നും ഇട്ടില്ല. ഈ സർപ്രൈസ്ഡ് ആയി എന്നൊക്കെ പറയുന്ന അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. ഇവർ കുറെ കഷ്ടപ്പെട്ടു, നമ്മളത് അനുമാനിക്കട്ടെ അല്ലേ? ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? താങ്ക് യു. ഞാൻ നേരെ ഇരിക്കട്ടെ. പാടിക്കോ. അല്ല വേണ്ട, അത് അടുത്തിരിക്ക, ഫ്രെയിമിലില്ല. ഓക്കെ, സോറി ഗൈസ്, ഡോണ്ട് മൈൻഡ്. 42 അതിപ്പിടി. ഓ സോറി. കണ്ടന്റ് ശിശുവാണ് ഞാൻ. കൂതട്ടെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ തീർത്ഥ. ഒരു കാര്യം പറയട്ടെ, സോറി, നമ്മൾ അയർലൻഡിലല്ല. പെട്ടെന്ന് ഇത്ര സമയമൊന്നും കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് സോറി അടിഞ്ഞു പോയി. ഷീനമ്മയുടെ സമ്മാനാണത്. ഇഷ്ടപ്പെട്ട പറ, നോക്കിട്ട് അഭിപ്രായം പറ. എടാ സൂം ചെയ്യാൻ പറ്റുന്നില്ലടാ. പറ്റി കറിയാണോ? അല്ല പിന്നെ ഇനി കൊടുക്ക്. എടാ ഇത് റെക്കോർഡായില്ല. ഞങ്ങൾ കുറെ കാലമായി സിബുള്ള ഹുഡി തെരഞ്ഞു നടക്കുന്നു.
ഒക്കെ പിടിക്കണം. സമ്മാനം കൊണ്ട് വയ്യ. സിബിളിലെ ഫുഡ് എന്നാൽ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ തണുപ്പാത്. ഇതിന്റെ വേറെ സൈസോ കളറോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. കൈ കിട്ടിയത് ഞങ്ങൾ താഴെ വെക്കാതെ കൊണ്ടുവന്നതാണ് ഇവിടെ വരെ. സ്റ്റിക്കറിന്റെ വില ഇറക്കുന്നുണ്ടല്ലേ? കൊള്ളാം. ഇത് ഓടിക്കൊണ്ടിരിക്കുന്നു മണിക്കുട്ടികൾ. കൊടുക്കാനുള്ളത് കൊടുത്ത്. നിങ്ങളൊന്നും മറന്നു ഗായ്സ്. ഇല്ല സോറി. അയ്യോ അയ്യോ ഓഫാക്കിയില്ല അത്. ഞാൻ വ്ളോഗറാ. ഞാൻ ഇങ്ങനൊക്കെ കാണിക്കും ഇനി. വാ അങ്ങോട്ട് തിരിഞ്ഞു. ഹായ് ഗൈസ്, നമ്മളിന്ന് തീർത്ഥയുടെ ബർത്ത്ഡേ ഇവിടെ എവിടെയാടാ? ഓ സോറി. ഓക്കെ, നമ്മൾ ഒരു പാർക്കിൽ വെച്ചിട്ട് തീർത്ഥയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. ആ തീർത്ഥയാണ് ഇപ്പോൾ ആട്ടി പോകുന്നത്. പക്ഷേ ഞങ്ങളുടെ സർപ്രൈസ് ഒന്നും നടക്കില്ല, ഞങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല. പ്ലസ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഫോൺ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇവൾക്ക് മനസ്സിലായി. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്ത് കേക്ക് എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അതവള് പറഞ്ഞു. ഒന്നും നടന്നില്ല. ഞങ്ങൾക്ക് അറിയായിരുന്നു എന്തായാലും പാടുന്നു. വരുമ്പോ എങ്ങനെയുണ്ടായ ഷൂവാ? ചളി ഒള്ളിക്കൂല, ചവിട്ടാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഷൂവിന്റെ അവസ്ഥ ഒന്നും കാണിക്കല്ലേ, ദാരിദ്ര്യം കാണിക്കരുത്. ഇതാണ് നിങ്ങളുടെ വ്ളോഗറുടെ ഷൂവിന്റെ അവസ്ഥയാണ്. നിങ്ങൾ കണ്ടാൽ ഞെട്ടും. അയർലൻഡിലെ വിജനമായ അയ്യോ, നിന്നെ കിട്ടിപ്പോയ പ്രശ്നമുണ്ടോടാ? Next morning. ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ ടു മീ. സംഭവം എന്താ വെച്ചാൽ 9:30 ക്ലാസ്. ഇപ്പം സമയത്ത് റെഡി. അതാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നത്. ബൈ. ഹാപ്പി ബർത്ത്ഡേ. ഈ തണുപ്പത്ത് കൈ വീശി നടക്കണം. അപ്പം എന്ത് ചെയ്യും? തണുപ്പാണെങ്കിൽ ഓട്ടയില്ലാത്ത ഡ്രസ്സ് ഇടണം. ഈ സഹോദരിയുടെ ഡ്രസ്സ് മറിച്ചു കിട്ടിയില്ല. ഇച്ചിരി അനങ്ങി നടക്കൂ. എനിക്ക് അമ്മ സ്പോൺസർ ചെയ്താണ്. അമ്മ സ്പോൺസർ ചെയ്ത് ഗിഫ്റ്റ് ആണ് ഗൈസ്. എന്താ അറിയില്ല, എനിക്ക് ബർത്ത്ഡേ തന്നെ ഭയങ്കര ചിരിയാ. അതൊരു അസുഖമാണോ? പ്രത്യേകിച്ച് ഇരിക്കാൻ തോന്നും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ. ബർത്ത്ഡേസ് എനിക്കിഷ്ടം. എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും ബർത്ത്ഡേ ലേറ്റ് ആയതുകൊണ്ടാണ് ഓടണേ. എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ഒരേ ദിവസം. ഞാൻ 2000 ഒക്ടോബർ 30, അച്ഛൻ 1972 ഒക്ടോബർ 30. ബർത്ത്ഡേസ് ഒക്കെ എന്ത് രസമല്ലേ? ഭയങ്കര എക്സൈറ്റ്മെന്റും അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടും, ഇതാ അങ്ങനെയാ. പക്ഷെ ഇപ്പൊ എക്സൈറ്റ്മെന്റ് ഇല്ല. പക്ഷെ ഒരു സാധനല്ലേ ഉള്ളില്, എന്റെ ബർത്ത്ഡേ ആ സാധനം അതുണ്ട്. ഇതാർക്കാടാ? ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. சொல்லுடா. ஏன்னா ഞാൻ വ്ലോഗറാ, നീ പറ. You should expect it. இல்லடா, நீ vlogger ன்னு சொல்ற. நீ பேசி நான் பார்க்கவே இல்ல. ഞാൻ വോയിസ് ഓവർ മാത്രം ചെയ്യാറുള്ളൂ. You know. ഒരു ഫ്രഷ് മിൽക്ക് ഇട്. ജിഷ്ണുവിന് വേണ്ട. എനിക്കൊരു ഫ്രഷ് മിൽക്കല്ല. എന്നാ ഫ്രഷ് ജ്യൂസ് എടുക്കോ? 7 അപ്പ്. എന്താണിത്? എന്താ
இது நல்லா இருக்குடா, இந்த ஃப்ரேம் நல்லா இருக்கு. அந்த ഫ്രെയിം நல்லா இருக்கு. அவன் அந்த கிளாஸ்ல வெள்ளம் ஊத்திட்டான். நான் அது பார்த்துட்டா. ஓவர் ரியாக்ட் பண்ணறே. എന്താടാ കുട്ടി ഓവർ റിയാക്ട് ചെയ്യട്ടെ? என் ஃபோன்ல கீழ கழிக்கல. இது இல்ல. அத ஒரு ബ്ലോഗർ കൊണ്ടാ. മോനെ വേണ്ട നീ. സോറി യൂട്യൂബിലുണ്ട്. ഇത് பண்ண. എടാ വാ ഫുഡ് വാങ്ങിച്ചരാം. ഫുഡ് ഇത് യൂട്യൂബ് ബ്ലോഗ്. എടാ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനല്ലേ? എന്നാച്ചി ഏതേലും സൊല്ല് അല്ല എന്താണ് ഏതാവത് സൊല്ല്. വാ മൂട്ടി പൊറുക്കിയ ആ കുറച്ച് ഇങ്ങോട്ട്. കണ്ടന്റ് ഓഫ് ദ കേ പറ. എടാ പറയടാ. ഇതൊക്കെ യൂട്യൂബിൽ വരും കേട്ടോ. വയറിൽ ആ പറയ എന്തേലും പറയ. ആ എങ്ങനെ ഇരിക്കുന്നു. ഇനി നമുക്കത് അൺബോക്സ് ചെയ്യാം. ഇതെന്തോ ഞാൻ അവക്ക് അയച്ചു കൊടുക്കോ ഇല്ല ഞാൻ പറയുവോ എന്തോ ചെയ്തായിരുന്നു ഞാൻ. എന്തോ നമ്മൾ എന്തോ ലജ്ജ. ഇതോ ഇതെന്താ